ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 13 ഡിഗ്രിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 13 ഡിഗ്രിയാണ്. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി 2.5 ഡിഗ്രിയാണ്. ഓർത്തു വെച്ചോണം, കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി 2.5 ഡിഗ്രിയാണ്. 2.5 ഡിഗ്രി. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് എയും ബിയും ഡിയും. അതായത് ശരിയായ പ്രസ്താവനകൾ: വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡിനും 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡിനും ഇടയിലാണ് കേരളം. കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡിനും 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡിനും ഇടയിലാണ് കേരളം. കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 4.5 ഡിഗ്രിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകളും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്ര? ഓപ്ഷൻ എ 5. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കേരളത്തിലെ കടൽ തീരമില്ലാത്ത 5 ജില്ലകളാണ്: ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. അപ്പോൾ ഓർത്ത് വെച്ചോണം, കേരളത്തിലെ കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ: ഇടുക്കി, വയനാട്, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്. തന്നിരിക്കുന്നവയിൽ ഏത് ദേശീയപാതയാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത്? ഓപ്ഷൻ ഡി, NH 766. തന്നിരിക്കുന്നവയിൽ ഏത് ദേശീയപാതയാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത്? NH 766. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി, പാറോട്ടുകോണം. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാറോട്ടുകോണം. ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളേവ? ഓപ്ഷൻ ഡി, വെള്ളനാട്, വേളി, മൂവാറ്റുപുഴ. ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളേവ? വെള്ളനാട്, വേളി, മൂവാറ്റുപുഴ. മർജാര നേത്രം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങളേവ? ഓപ്ഷൻ ബി, തിരുവനന്തപുരം, കൊല്ലം. മർജാര നേത്രം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങളേവ? തിരുവനന്തപുരം, കൊല്ലം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ, ആലപ്പുഴ. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏത് ജില്ലയാണ് കേന്ദ്രഭരണ പ്രദേശം, അയൽ സംസ്ഥാനം എന്നിവയുമായി അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ ബി, കണ്ണൂർ. കേരളത്തിലെ ഏത് ജില്ലയാണ് കേന്ദ്രഭരണ പ്രദേശം, അയൽ സംസ്ഥാനം എന്നിവയുമായി അതിർത്തി പങ്കിടുന്നത്? കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല ഏത് ജില്ലയിലാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? തെന്മല കൊല്ലം ജില്ലയിലാണ്. ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ഇടിയോടു കൂടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്? ഓപ്ഷൻ ഡി, തുലാവർഷം. ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ഇടിയോടു കൂടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്? തുലാവർഷം. സതി നിരോധിക്കാൻ കാരണമായത് ആര് നടത്തിയ പ്രവർത്തനങ്ങളാണ്?
ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റായ്. സതി നിരോധിക്കാൻ കാരണമായത് ആര് നടത്തിയ പ്രവർത്തനങ്ങളാണ്? രാജാറാം മോഹൻ റോയ്. തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏത്? ഓപ്ഷൻ ബി രാമകൃഷ്ണ മിഷൻ. തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ബാലഗംഗാധര തിലകനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി കോൺഗ്രസിലെ മിതവാദികളുടെ പ്രധാന നേതാവായിരുന്നു. ബാലഗംഗാധര തിലകനെ പറ്റിയുള്ള ശരിയല്ലാത്ത പ്രസ്താവന കോൺഗ്രസിലെ മിതവാദികളുടെ പ്രധാന നേതാവായിരുന്നു. ബാലഗംഗാധര തിലകനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളാണ് ലോകമാന്യ എന്നറിയപ്പെട്ടു, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു, മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് ബാലഗംഗാധര തിലകനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. ലോകമാന്യ എന്നറിയപ്പെട്ടു, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു, മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി പിളർപ്പുണ്ടായ 1907 സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ ഡി സൂറത്ത്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി പിളർപ്പുണ്ടായ 1907 സമ്മേളനം നടന്നത് എവിടെയാണ്? സൂറത്ത്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച ഗാന്ധി ശിഷ്യനാര്? ഓപ്ഷൻ സി വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച ഗാന്ധി ശിഷ്യനാരാണ്? വിനോബ ഭാവെ. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഓപ്ഷൻ ബി KM പണിക്കർ. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? KM പണിക്കർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി 1, 2, 3 ശരി. ശരിയായ ജോഡികൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ. ഇതിൻ്റെ പട്ടികയിൽ ശരിയായ ജോഡികളാണ് ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ. ഇതിൽ ശരിയായ ജോഡിയാണ് ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി. ഈ ഭിലായി ഉണ്ടല്ലോ, 4ാമത്തെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഭിലായും സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നതാണ് റഷ്യ. അപ്പോൾ ഈ ഭിലായും ബൊക്കാറോയും ഇത് രണ്ടും സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയാണ് സഹായം നൽകിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഭിലായി ഏതാണ്? ഭിലായി ജപ്പാൻ അല്ല വരേണ്ടത്. ഏതാണ്? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. രണ്ടും സെയിമാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാലും റഷ്യ എന്ന് പറഞ്ഞാലും സെയിമാണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി പറയാം, എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. 3 കറക്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നുകൂടി പറയാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ. അപ്പോൾ അത് ദുർഗാപൂരിന് സഹായം നൽകിയത് ബ്രിട്ടൻ ആയിരുന്നു. ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനി ആയിരുന്നു. ഭിലായിക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ ആയിരുന്നു. ഓക്കെ. 1952 ഒക്ടോബർ 2 ഇന്ത്യയിൽ തുടക്കമിട്ട 55 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ മൂലധന സമാഹരണം. 1952 ഒക്ടോബർ 2 ഇന്ത്യയിൽ തുടക്കമിട്ട 55 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് മൂലധന സമാഹരണം.
ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന കാഴ്ചപ്പാട് ആരുടേതായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന കാഴ്ചപ്പാട് ആരുടേതായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ. 1663 പോർച്ചുഗീസുകാരുടെ ആധിപത്യം കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കിയത് ആര്? ഓപ്ഷൻ സി ഡച്ചുകാർ. 1663 പോർച്ചുഗീസുകാരുടെ ആധിപത്യം കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കിയതാരാണ്? ഡച്ചുകാർ. ആരുടെ ജീവിതം ഇതിവൃത്തമാക്കിയുള്ള കൃതിയാണ് കേരള സിംഹം? ഓപ്ഷൻ സി പഴശ്ശിരാജ. ആരുടെ ജീവിതം ഇതിവൃത്തമാക്കിയുള്ള കൃതിയാണ് കേരള സിംഹം? പഴശ്ശിരാജയുടെ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്ന്? ഓപ്ഷൻ എ 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1809 ജനുവരി 11. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്? ഓപ്ഷൻ ഡി ബേപ്പൂർ തിരൂർ. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്? ബേപ്പൂർ തിരൂർ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ ചുവടെ നൽകിയ പട്ടികയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ അരേ സമാജം. അരേ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേട്ടോ. അരേ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഓർത്തു വെച്ചോണം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡികളാണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വക്കം മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അപ്പം ശരിയായ ജോഡികളും കൂടെ പ്രത്യേകം ഓർത്തു വെച്ചോണം. ഏതൊക്കെയാണ്? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വക്കം മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വീണ്ടും പറയുവാണേ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ, അതിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വക്കം മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, അരേ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഓക്കെ, അപ്പോൾ ഇവിടെ അരേ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേട്ടോ. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. എല്ലാ വർഷവും ഭരണഘടനാ ദിനം അഥവാ ദേശീയ നിയമ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഏതാണ്? നവംബർ 26. ഓപ്ഷൻ ബി നവംബർ 26. എല്ലാ വർഷവും ഭരണഘടനാ ദിനം അഥവാ ദേശീയ നിയമ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 26. ഓർത്തു വെച്ചോണം. ഏതാണ്? ഭരണഘടനാ ദിനം അഥവാ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? ഓപ്ഷൻ എ കാനഡ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? കാനഡ. ഭരണഘടനയുടെ ഭാഗം 17 പ്രതിപാദിക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി ഔദ്യോഗിക ഭാഷകൾ. ഭരണഘടനയുടെ ഭാഗം 17 പ്രതിപാദിക്കുന്നത് എന്താണ്? ഔദ്യോഗിക ഭാഷകൾ. കൂറുമാറ്റ നിരോധനം ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? ഓപ്ഷൻ ഡി 10ാം പട്ടിക. കൂറുമാറ്റ നിരോധനം ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? 10ാം പട്ടികയിലെ.
വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഉഷ്ണമേഖലാ സംക്രമണ മേഖലയുടെ കേന്ദ്രഭാഗത്ത് രൂപപ്പെടുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഓപ്ഷൻ ബി ലൂവ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഉഷ്ണമേഖലാ സംക്രമണ മേഖലയുടെ കേന്ദ്രഭാഗത്ത് രൂപപ്പെടുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂവ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മേഘാലയയിലെ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഖാസി കുന്നുകളിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മേഘാലയയിലെ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖാസി കുന്നുകളിൽ. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉള്ളതിനാൽ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉള്ളതിനാൽ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഓപ്ഷൻ എ മഹാനദി. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മഹാനദി. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടാത്തതാണ് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും ഒക്കെ ഉണ്ടല്ലോ. കേരളമൊക്കെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്ത് എന്താണ്? കായലുകളും അഴിമുഖങ്ങളും ഒക്കെ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടാത്തതാണ് പടിഞ്ഞാറൻ തീരസമതലം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ മലബാർ എന്നിവ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ, മലബാർ എന്നിവ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നു. ഇതാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ അതും കൂടെ ഓർത്തു വയ്ക്കുക. ഓക്കെ. ഏത് രംഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി? ഓപ്ഷൻ ഡി ഓഹരി വിപണി. ഏത് രംഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി? ഓഹരി വിപണി. ഒളിമ്പിക്സ് മെഡൽ നേടിയ കായിക താരങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ ബി 1, 3. ഒളിമ്പ്യൻ സുരേഷ് ബാബു, PR ശ്രീജേഷ്. ഒളിമ്പിക് മെഡൽ നേടിയ കായിക താരങ്ങൾ ആരെല്ലാമാണ്? ഒളിമ്പ്യൻ സുരേഷ് ബാബു, PR ശ്രീജേഷ്. മലയാള സാഹിത്യത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എത്ര പേരാണ്? ഓപ്ഷൻ എ 6 പേര്. മലയാള സാഹിത്യത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എത്ര പേരാണ്? 6. അപ്പം ഈ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുടെ കോഡ് ഷോർട്സിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ആ കോഡ് വെച്ചാകുമ്പോൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. ഓക്കെ, ഷോർട്സിൽ നോക്കിയാൽ മതിയേ. എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാനുള്ള അപേക്ഷയിൽ പതിക്കേണ്ടത്? ഓപ്ഷൻ സി 10 രൂപ. എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാനുള്ള അപേക്ഷയിൽ പതിക്കേണ്ടത്? 10 രൂപ. ചുവടെ പറയുന്നവയിൽ തൃശ്ശൂർ ആസ്ഥാനമല്ലാത്ത സാംസ്കാരിക സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ചുവടെ പറയുന്നവയിൽ തൃശ്ശൂർ ആസ്ഥാനമല്ലാത്ത സാംസ്കാരിക സ്ഥാപനം ഏതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ചുവടെ പറയുന്നവയിൽ തൃശ്ശൂർ ആസ്ഥാനമായുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി,
സംഗീത നാടക അക്കാദമി. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്, ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് മസൂദ് പെസസ്കിയാൻ? ഓപ്ഷൻ ഡി ഇറാൻ. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് മസൂദ് പെസസ്കിയാൻ? ഇറാൻ. ഇറാൻ പ്രസിഡന്റ് നിലവിൽ ആരാണ്? മസൂദ് പെസസ്കിയാൻ. 2026 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി സോഫ് ഡിവൈൻ. 2026 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോഫ് ഡിവൈൻ. 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആര്? ഓപ്ഷൻ ബി സ്വാമി ഭദ്രേഷ് ദാസ്. 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? സ്വാമി ഭദ്രേഷ് ദാസ്. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിനെ നേടുന്ന ആദ്യ ഭരണാധികാരി? ഓപ്ഷൻ എ നരേന്ദ്രമോദി. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിനെ നേടുന്ന ആദ്യ ഭരണാധികാരി നരേന്ദ്രമോദി. ഗ്രാസ് റൂട്ട് ശാക്തീകരണത്തിനായി വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ സി നീതി ആയോഗ്. ഗ്രാസ് റൂട്ട് ശാക്തീകരണത്തിനായി വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് ആരാണ്? ഏതാണ്? നീതി ആയോഗാണ് കേട്ടോ. വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് നീതി ആയോഗ്. 500 ഗോൾ എന്ന നേട്ടം 30 വയസ്സിനു ശേഷം സ്വന്തമാക്കുന്ന ആദ്യ ഫുട്ബോൾ താരം? ഓപ്ഷൻ ബി ക്രിസ്ത്യാനോ റൊണാൾഡോ. 500 ഗോൾ എന്ന നേട്ടം 30 വയസ്സിന് ശേഷം സ്വന്തമാക്കുന്ന ആദ്യ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രോസ് ഗ്രേ പ്രോട്ടോകോൾ ഏത് വിഭാഗത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആരോഗ്യ പ്രവർത്തകർ. കോഡ് ഗ്രേ പ്രോട്ടോകോള് ഏത് വിഭാഗത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്? ആരോഗ്യ പ്രവർത്തകരുടെ. കോഡ് ഗ്രേ പ്രോട്ടോകോള് ഏത് വിഭാഗത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്? ആരോഗ്യ പ്രവർത്തകരുടെ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മോസ്ക് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മോസ്ക് ഏത് രാജ്യത്താണ്? സൗദി അറേബ്യയിൽ. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഓപ്ഷൻ ഡി 118. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 118. 2026 ബാഫ്ത പുരസ്കാരങ്ങളിൽ കുട്ടികൾക്കും കുടുംബക്ഷേമ പ്രേക്ഷകർക്കുമുള്ള ചലച്ചിത്ര വിഭാഗത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ബൂങ് ഏത് ഭാഷയിൽ നിർമ്മിച്ചതാണ്? ഓപ്ഷൻ എ മണിപ്പൂരി. 2026 ബാഫ്ത പുരസ്കാരങ്ങളിൽ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കുമുള്ള ചലച്ചിത്ര വിഭാഗത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ബൂങ് ഏത് ഭാഷയിൽ നിർമ്മിച്ചതാണ്? മണിപ്പൂരി ഭാഷയിൽ. ഇപ്പോൾ 2026 ബാഫ്ത പുരസ്കാരങ്ങളിൽ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കുമുള്ള ചലച്ചിത്ര വിഭാഗത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ബൂങ് എന്ന സിനിമയ്ക്കാണ് ബാഫ്ത അവാർഡ് കിട്ടിയത്. അതേത് ഭാഷയിൽ നിർമ്മിച്ചതാണ്? മണിപ്പൂരി ഭാഷയിൽ. ഇപ്പോൾ 2026 ബാഫ്ത പുരസ്കാരങ്ങളിൽ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കുമുള്ള ചലച്ചിത്ര വിഭാഗത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ബൂങ് ഏതു ഭാഷയിൽ നിർമ്മിച്ചതാണ്? മണിപ്പൂരി ഭാഷയിൽ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിലെ ഒരു പ്രമേയം ഡിജിറ്റൽ സാക്ഷരത ആയിരുന്നു. മറ്റേത് എന്താണ്? ഓപ്ഷൻ ഡി കൊച്ചി വാട്ടർ മെട്രോ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിലെ ഒരു പ്രമേയം
ഡിജിറ്റൽ സാക്ഷരത ആയിരുന്നു. മറ്റേതെന്തായിരുന്നു? കൊച്ചി വാട്ടർ മെട്രോ. കേന്ദ്ര മന്ത്രിസഭയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി കൃഷി ഗ്രാമവികസനം. കേന്ദ്ര മന്ത്രിസഭയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? കൃഷി ഗ്രാമവികസനം. ലോക ഹീമോഫീലിയ ഫെഡറേഷന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രം ഏത്? ഓപ്ഷൻ ബി ആലുവ ജില്ലാ ആശുപത്രി. ലോക ഹീമോഫീലിയ ഫെഡറേഷന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രം ഏതാണ്? ആലുവ ജില്ലാ ആശുപത്രി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ചത്? ഓപ്ഷൻ ഡി തൃശ്ശൂർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ചത് തൃശ്ശൂർ. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ബഹിരാകാശ വസ്തു ഏത്? ഓപ്ഷൻ എ ഛിന്നഗ്രഹം. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ബഹിരാകാശ വസ്തു ഏതാണ്? ഛിന്നഗ്രഹം. നോബൽ പുരസ്കാരം കൈമാറരുതെന്ന നിയമം നിലനിൽക്കെ 2025 സമാധാന നോബൽ പുരസ്കാര ജേതാവ് മറിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച പുരസ്കാരം ആർക്കാണ് കൈമാറിയത്? ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപിന്. നോബൽ പുരസ്കാരം കൈമാറരുതെന്ന നിയമം നിലനിൽക്കെ 2025 സമാധാന നോബൽ പുരസ്കാര ജേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് കിട്ടിയ നോബൽ പുരസ്കാരം ആർക്കാണ് കൈമാറിയത്? ഡൊണാൾഡ് ട്രംപിന്. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ യുവിക്കോൾ ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? ഓപ്ഷൻ എ കോളറ. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ യുവിക്കോള് ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? കോളറ. 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിൽ വേൾഡ് ടീം ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഓപ്ഷൻ ബി റയൽ മാഡ്രിഡ് പുരുഷ ഫുട്ബോൾ ടീം. 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിൽ വേൾഡ് ടീം ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റയൽ മാഡ്രിഡ് പുരുഷ ഫുട്ബോൾ ടീം. 2026 കേന്ദ്ര ബജറ്റിൽ ഏത് സമുദ്രജീവിയുടെ പരിചരണത്തിനുള്ള കേന്ദ്രമാണ് കേരളത്തിന് അനുവദിച്ചത്? ഓപ്ഷൻ ഡി കടലാമ. 2026 കേന്ദ്ര ബജറ്റിൽ ഏത് സമുദ്രജീവിയുടെ പരിചരണത്തിനുള്ള കേന്ദ്രമാണ് കേരളത്തിന് അനുവദിച്ചത്? കടലാമ. ക്രസ്കോഗ്രാഫ് എന്ന ഉപകരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ജഗദീഷ് ചന്ദ്ര ബോസ്. ക്രസ്കോഗ്രാഫ് എന്ന ഉപകരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ്. അന്തർ തന്മാത്രാ ബലത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ഹൈഡ്രജൻ ബന്ധനം. അന്തർ തന്മാത്രാ ബലത്തിന് ഉദാഹരണം ഏതാണ്? ഹൈഡ്രജൻ ബന്ധനം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനത്തിൽ പങ്കുവഹിക്കുന്ന രക്തഘടകം ഏത്? ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനത്തിൽ പങ്കുവഹിക്കുന്ന രക്തഘടകം ഏത്? ഹീമോഗ്ലോബിൻ. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ്. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഏതിനെ ബാധിക്കുന്ന രോഗമാണ് കാങ്കർ രോഗം? കാങ്കർ രോഗം ഏതിനെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ നാരകം. താഴെ പറയുന്നവയിൽ ഏതിനെ ബാധിക്കുന്ന രോഗമാണ് കാങ്കർ രോഗം? നാരകത്തിന്. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ റിക്കറ്റ്സിയ. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? റിക്കറ്റ്സിയ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം? ഓപ്ഷൻ ബി വ്യാഴം. വ്യാഴം എന്ന് പറയുന്നത് എന്താ? ജൂപ്പിറ്റർ അല്ലേ? അപ്പോൾ ജൂപ്പിറ്റർ വെച്ച് ജ്യൂസ് അങ്ങ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം? ജ്യൂസ് ജൂപ്പിറ്റർ എന്ന് ഓർത്താൽ മതിയേ. ജൂപ്പിറ്റർ ആണല്ലോ വ്യാഴം. അപ്പോൾ ഇവിടെ
ഓപ്ഷൻ ബി വ്യാഴം. ആനകൾ തമ്മിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗം. ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്. ആനകൾ തമ്മിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഇൻഫ്രാസോണിക്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തനഷ്ടം ഉണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ എ ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തനഷ്ടം ഉണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ. DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ എ അലഗ് ജെഫ്രി. DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അലഗ് ജെഫ്രി. പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി സ്വർണം. പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണം ഏതാണ്? സ്വർണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ ബി ഭ്രമണചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണചലനം. പണ്ട് ജലം ഒഴുക്കിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ ചൊവ്വ. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചന കണ്ടെത്തിയത് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വയിൽ. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ ഇമ്മ്യൂണോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. സൂര്യ, ശ്വേത, ഹരിത എന്നിവ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ഓപ്ഷൻ സി വഴുതന. സൂര്യ, ശ്വേത, ഹരിത എന്നിവ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? വഴുതന. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി എയ്ഡ്സ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? എയ്ഡ്സ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? എയ്ഡ്സ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ദഹനരസം. ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണപ്പെടുന്നത് ദഹനരസത്തിൽ. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഓപ്ഷൻ എ ഖരം. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരവസ്തുക്കളിലൂടെ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ CV രാമൻ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ സ്ഥാപകൻ ആരാണ്? CV രാമൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കുഷ്ഠം. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗവുമായിട്ട്. ഇനി 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം പോയി കണ്ട് പഠിക്കുക. പിന്നെ കമൻറ്റ് ബോക്സിലെ 2 ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.